ഹായ് ഗൈസ്, നമുക്ക് മസിനഗുഡി വഴി ഊട്ടിക്കൊരു ട്രിപ്പ് പോയാലോ? മുതുമല ഫോറസ്റ്റിലും ബന്ദിപ്പൂർ ടൈഗർ റിസർവിലും ഒക്കെ പോയി വൈൽഡ് ലൈഫും ഫോറസ്റ്റും ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. നമ്മൾ ഓഗസ്റ്റ് 14 രാത്രി 8:30 ചേർത്തലയിൽ നിന്നും ട്രിപ്പ് ആരംഭിച്ചു. പോകുന്ന വഴി അരൂരും ഇടപ്പള്ളിയും തൃശ്ശൂരും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ പോക്ക് കിട്ടിയതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് നിന്നും ഒരുപാട് ലേറ്റ് ആയിട്ടാണ് മുതുമലയിലെത്തിയത്. ഫോറസ്റ്റ് രാവിലെ 6 മണിക്കേ ഓപ്പൺ ചെയ്യുകയുള്ളൂ. പക്ഷേ നമ്മൾ എത്തിയപ്പോൾ 7:30 ആയി. ഒരു 4 മണിയോടുകൂടി അവിടെ എത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാറിൽ തന്നെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ട് 6 മണിയാവുമ്പോഴേക്കും ഫോറസ്റ്റ് റോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോറസ്റ്റിലേക്ക് കയറാമെന്ന് കരുതിയതാണ്. ബട്ട് ഒന്നും നടന്നില്ല. ബ്ലോക്ക് നമ്മളെ ചതിച്ചു. നമ്മൾ മുതുമല ഫോറസ്റ്റിലേക്ക് കയറിയപ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്തത് ഒരു കൂട്ടം മാനുകളാണ്. നമുക്ക് ചിന്നാറിൽ മിസ്സായ മാനുകളെല്ലാം തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ചിന്നാർ കണ്ട ആ ആനക്കുട്ടന്മാരുകളെ പോലെ അല്ല കിട്ടൂ ഈ മാനുകൾ. നല്ല രീതിക്ക് അവന്മാർ നമുക്ക് പോസ് ചെയ്ത് തരുന്നുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും ആന മാത്രമേ ഉള്ളൂ. ആനയെ കണ്ട് സന്തോഷിക്കുന്നതിന് മുമ്പ് ആനയുടെ കാലിലേക്ക് കൂടി നോക്കുന്നത് നന്നായിരിക്കും. എല്ലാത്തിൻ്റെയും കാലിൽ ചങ്ങല അല്ലെങ്കിൽ കയറ് കാണും. നമ്മൾ പോകുന്ന വഴി നമുക്ക് വീഡിയോ എടുക്കാൻ പാകത്തിന് ഒരു കാട്ടുപോത്ത് റോഡ് സൈഡിൽ നിന്ന് പുല്ല് തിന്നുന്നുണ്ടായിരുന്നു. കാട്ടുപോത്തിനെ കണ്ട ആവേശത്തിൽ ഞാൻ ഫോണും എടുത്ത് അവൻ്റെ വീഡിയോ എടുക്കാനായിട്ട് കാറിൻ്റെ വെളിയിലേക്ക് കൈയും ഇട്ട് അവൻ്റെ വീഡിയോയും എടുത്ത. അവൻ കൂൾ മൂഡിൽ നിന്നത് കൊണ്ട് കൊള്ളാം. വയലൻ മൂടെങ്ങാനോ ആയിരുന്നെങ്കിൽ ആ കൊമ്പ് കൊണ്ട് എൻ്റെ കൈയും ഫോണും ശരിയാക്കി തന്നാനേ. ഇവിടെ നമുക്ക് മാനിനെ പോലെ തന്നെ ധാരാളം മയിലിനെയും കാണാൻ പറ്റും. പക്ഷേ ഇത്രയും മയിലിനെ കണ്ടെങ്കിലും ഒരു മയിൽ പോലും ഒരു ഡാൻസ് പോലും കളിച്ചില്ല കേട്ടോ. അവന്മാരുടെ ആ മയിൽപ്പീലി വിടർത്തിയുള്ള ആ ഡാൻസ് കാണാൻ വേണ്ടി നമ്മൾ നോക്കിയിരുന്നെങ്കിലും ഒരെണ്ണത്തിനെ പോലും അങ്ങനത്തെ ഒരു രീതിയിൽ കണ്ടില്ല. മഴക്കാർ കണ്ടാൽ മാത്രമേ അവന്മാർ ഡാൻസ് കളിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. നമ്മൾ പോയ ചിന്നാർ പോലെയല്ല ഇവിടെ മുഴുവൻ ആനകളാണ്. പക്ഷേ കാട്ടിലെ ആനകളല്ല, കൂട്ടിലെ ആനകളാണെന്ന് മാത്രം. ഈ കാണുന്നതാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള കോട്ടേജസ്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാനിരുന്നത്. ഇവിടെ സ്റ്റേ ചെയ്യാൻ ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ നടക്കൂ. 8 ദിവസം മുമ്പ് മാത്രമേ ബുക്കിംഗ് ഓപ്പൺ ആകത്തുള്ളൂ. നമ്മൾ രാത്രി 12 മണിക്ക് ബുക്ക് ചെയ്യാൻ കാത്തിരുന്നിട്ട് ഓപ്പൺ ആയപ്പോഴേക്കും അവൈലബിലിറ്റി ഒക്കെ കാണിച്ചു. നമ്മൾ ബുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അവൈലബിലിറ്റി ഒക്കെ തീർന്നു കേട്ടോ. അങ്ങനെ നമുക്കത് മിസ്സായി. ഇവിടെ ബുക്ക് ചെയ്യാൻ ബന്ദിപ്പൂർ TR.in എന്ന വെബ്സൈറ്റിൽ കയറി കോട്ടേജ് എന്ന ഓപ്ഷൻ എടുത്ത് അതിൽ കോട്ടേജിൻ്റെയും സഫാരിയുടെയും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സഫാരി ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. ഓഫ്ലൈൻ ലിമിറ്റഡ് അവൈലബിലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. നമുക്ക് ഡിഫറെൻറ്റ് വെഹിക്കിൾസും ഇവിടെ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി കോട്ടേജ് റിസർവേഷൻ ഡീറ്റെയിൽസ് ഇവിടെ ഡീറ്റെയിൽഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ഇൻ 1 PM to 6 PM, ചെക്ക് ഔട്ട് 11 AM. 6 PM ശേഷം ചെക്ക് ഇൻ അനുവദിക്കുന്നില്ലെന്ന് ഇവർ പറയുന്നുണ്ട്. വാലിഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ ID നമുക്ക് ഇവിടെ കൊടുക്കേണ്ടി വരും. മാക്സിമം 2 ഡേയ്സിൻ്റെ സ്റ്റേ മാത്രമേ ഇവിടെ നിന്ന് അനുവദിക്കത്തുള്ളൂ. അവർ പ്രത്യേകം ഇവിടെ എടുത്ത് പറയുന്നുണ്ട് രാത്രി 7-നും രാവിലെ 6-നും ഇടയ്ക്ക് സൈലൻ്റ് ആയിരിക്കണമെന്ന്. നമ്മൾ സാധാരണ ടൂർ പോകുന്ന പോലെ പാട്ടും ഡാൻസും ഒന്നും ഇവിടെ പാടില്ല.
പിന്നെ വാതിലും ജനലും ഒക്കെ ക്ലോസ് ചെയ്തിരിക്കണം. വന്യമൃഗങ്ങൾ നമ്മുടെ കോട്ടേജിൻ്റെ അടുത്തുകൂടെ ഒക്കെ സഞ്ചരിക്കുന്നതാണ്. രാത്രി പുറത്തിറങ്ങാൻ പാടുള്ളതല്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ പെട്ടിയിൽ അകേണ്ടി വരും. നമുക്ക് രാത്രി എപ്പോൾ വേണമെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമ്മുടെ ഈ കാട്ടിക്കൂടിയുള്ളൊരു യാത്ര വല്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ. രാവിലെ ആയിട്ടുള്ള സമയം, ചെറിയ മഴ, ചെറിയ തണുപ്പ് എല്ലാം കൂടി വല്ലാത്തൊരു വൈബായിരുന്നു. മസിനഗുഡിയിൽ നിന്നും നീലഗിരിയുടെ മലഞ്ചെരുവുകൾ കയറി 36 ഹെയർ പിൻ വളവുകൾ കടന്നാലാണ് ഊട്ടിയിലെത്തുക. നീലഗിരി ജില്ലയിൽ കയറിയാൽ നമുക്ക് 5 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ മാത്രമേ അനുവദിക്കത്തുള്ളൂ. 1 ലിറ്ററിൻ്റെ മിനറൽ വാട്ടർ ഒന്നും അവിടെ അനുവദിക്കത്തില്ല. നീലഗിരിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ അവർ അത് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിക്കും. ഈ നീലഗിരിയിൽ വെച്ചിട്ടെങ്ങാനും നമ്മൾക്ക് 5 ലിറ്ററിൻ്റെ താഴെയുള്ള വാട്ടർ ബോട്ടിൽ എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കൊടുക്കേണ്ടി വരും.